നമസ്കാരം. നവസന്ധ്യ ടാരോട്ട് ഗൈഡൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ജനറൽ ടാരോട്ട് റീഡിംഗ് നോക്കാം. ഈ റീഡിംഗ് എല്ലാവർക്കുമുള്ള ഒരു കളക്റ്റീവ് എനർജി അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതിനാൽ ഓരോ സന്ദേശവും എല്ലാവർക്കും ഒരുപോലെ ബാധകമാകണമെന്നില്ല. നിങ്ങളോട് റെസനേറ്റ് ആകുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ സ്വീകരിക്കുക. ബാക്കിയുള്ളത് യൂണിവേഴ്സിന് വിട്ടുകൊടുക്കുക. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമോ സാഹചര്യമോ ഒക്കെ ഓർത്തുകൊണ്ട് വേണം റീഡിംഗ് കാണാനായിട്ട്. യൂണിവേഴ്സ് നിങ്ങൾക്ക് അറിയേണ്ട സന്ദേശം, നിലവിലെ ഊർജം, മുന്നിലുള്ള അവസരങ്ങൾ, വെല്ലുവിളികൾ, ഒപ്പം നിങ്ങളുടെ അടുത്ത പടി എന്താകണം എന്നതിനെക്കുറിച്ചിട്ടുള്ള ഒരു മാർഗനിർദ്ദേശം ഈ റീഡിങ്ങിലൂടെ നിങ്ങൾക്ക് ലഭിക്കും. തയ്യാറാണെങ്കിൽ ഒരു ദീർഘനിശ്വാസം എടുക്കൂ. നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് കണക്ട് ചെയ്യൂ. ഇനി നമുക്ക് കാർഡുകൾ എടുക്കാം. ഇനെ കാണുന്ന വ്യക്തിയുടെ ഈ ആഴ്ചത്തെ കറണ്ട് എനർജി എന്താണ്? ഈ ആഴ്ച ലഭിക്കുന്ന അവസരം എന്താണ്? അടുത്ത് നമ്മൾ ചോദിക്കുന്നു, ഈ ആഴ്ച നിങ്ങൾ നേരിടുന്ന വെല്ലുവിളി. ഈ ആഴ്ച നിങ്ങൾ നേരിടുന്ന വെല്ലുവിളി എന്താണ്? ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന മാത്രം അക്സെപ്റ്റ് ചെയ്യണം. അടുത്ത ഈ ആഴ്ച നിങ്ങളുടെ ലവ് ആൻഡ് റിലേഷൻഷിപ്പ് എങ്ങനെയാണ്? അടുത്ത് നമുക്ക് ചോദിക്കാം, കരിയർ ആൻഡ് ഫിനാൻസ്. കരിയർ ആൻഡ് ഫിനാൻസ് ഈ ആഴ്ച എങ്ങനെയാണ്? യൂണിവേഴ്സ് നിങ്ങളോട് പറയുവാൻ എന്താണ് ആഗ്രഹിക്കുന്നത്? അതേപോലെ ഈ ആഴ്ചത്തെ ഒരു ഔട്ട്കം എന്താണ്? നമുക്ക് ഓരോ കാർഡും വിശദമായിട്ട് നോക്കാം. ഒന്നാമത്തെ കാർഡ്, ഈ ആഴ്ചത്തെ നിങ്ങളുടെ എനർജി മജീഷ്യൻ കാർഡാണ് വന്നിരിക്കുന്നത്. രണ്ടാമത്തേത് ചലഞ്ച്. ഈ ആഴ്ച നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരം എന്താണ്? നിങ്ങൾക്കുള്ള അവസരം എന്താണെന്ന് ചോദിച്ചപ്പോൾ 4 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഈ ആഴ്ച നിങ്ങൾക്കുള്ള ചലഞ്ച് എന്താണ്? അടുത്തത്, ഈ ആഴ്ച നിങ്ങളുടെ ലവ് ആൻഡ് റിലേഷൻഷിപ്പ് എങ്ങനെയാണ്? ഫുൾ കാർഡാണ് വന്നിരിക്കുന്നത്. കരിയർ ആൻഡ് ഫിനാൻസ് 2 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. എന്താണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്? അടുത്തത് എന്ത് ഔട്ട്കമാണ്? ഓക്കെ, നമുക്ക് ഓരോ കാർഡും വിശദമായിട്ട് നോക്കാം. നമുക്ക് ഈ ആഴ്ചയുടെ കാർഡുകൾ നോക്കുമ്പോൾ ഇതൊരു സാധാരണ ആഴ്ചയല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം ആരംഭിക്കാനിരിക്കുന്നതായി കാണുന്നുണ്ട്. യൂണിവേഴ്സ് നിങ്ങളെ ഒരു ശക്തമായ മാറ്റത്തിലേക്കും വ്യക്തിപരമായ വളർച്ചയിലേക്കും നയിക്കുകയാണ്. ചില അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടും. എന്നാൽ അവ തിരിച്ചറിയാനും സ്വീകരിക്കാനും നിങ്ങൾ തന്നെ തയ്യാറാകണം. ഓക്കെ, അപ്പം ഒന്നാമത്തെ കാർഡ് നമുക്ക് നോക്കാം. വീക്ക്ലി എനർജിയാണ് ചോദിച്ചത്. വീക്ക്ലി എനർജി ചോദിച്ചപ്പോൾ വന്നിരിക്കുന്ന കാർഡ് മജീഷ്യൻ കാർഡാണ് വന്നിരിക്കുന്നത്. ഈ മജീഷ്യൻ കാർഡ് ഈ ആഴ്ചയുടെ ഏറ്റവും ശക്തമായ കാർഡുകളിലൊന്നാണ്. അതായത് പറയുന്നത് നിങ്ങളിപ്പോൾ ക്രിയേറ്റർ മോഡിലാണ് എന്നാണ്. അതായത് നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയും, നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ കഴിയും എന്നാണ്. നിങ്ങൾക്ക് വേണ്ട മാറ്റങ്ങൾ നിങ്ങൾക്ക് സൃഷ്ടിക്കാനുള്ള എല്ലാ കഴിവുകളും വിഭവങ്ങളും ഇതിനോടകം നിങ്ങളുടെ കയ്യിലുണ്ട് എന്നാണ് ഈ കാർഡ് പറയുന്നത്. ഒരാൾക്ക് ഈ ലോകത്തിൽ എന്തൊക്കെ വേണോ അതെല്ലാം നേടുവാനുള്ള എല്ലാ കഴിവുകളും നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് കാലമായി നിങ്ങൾ എന്തെങ്കിലും പുതിയ കാര്യം ആരംഭിക്കാൻ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ളൊരു ശരിയായ സമയമാണിപ്പോൾ. നിങ്ങൾ പറയുന്ന വാക്കുകൾക്കും ചിന്തകൾക്കും വലിയ ശക്തിയുണ്ട്. അതിനാൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നിങ്ങൾ ഒഴിവാക്കണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഓക്കെ, ഈ കാർഡ് മാനിഫെസ്റ്റേഷനെ സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോയാൽ യൂണിവേഴ്സ് നിങ്ങളുടെ ശ്രമങ്ങളെ പിന്തുണയ്ക്കും. ചിലർക്ക് പുതിയ ജോലി, പുതിയ പ്രൊജക്റ്റ്, പുതിയ ബിസിനസ് ആശയം അല്ലെങ്കിൽ വ്യക്തിപരമായ ഒരു ലക്ഷ്യത്തിലേക്കുള്ള വലിയ മുന്നേറ്റം ഒക്കെ സംഭവിക്കാം. ഈ ആഴ്ചയുടെ പ്രധാന സന്ദേശം എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് കഴിയില്ല എന്ന് പറയുന്ന ശബ്ദത്തെ അവഗണിക്കുക. നിങ്ങൾ കരുതുന്നതിലും കൂടുതൽ ശക്തിയുള്ള വ്യക്തിയാണ് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് രണ്ടാമത്തെ കാർഡ് നോക്കാം. രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഓപ്പർച്യൂണിറ്റി എന്താണെന്നാണ്. അതായത് നിങ്ങൾക്ക് ഈ ആഴ്ചയുള്ള ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് ചോദിച്ചപ്പോൾ വന്നിരിക്കുന്നത് 4 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. ഈ കാർഡ് വളരെ രസകരമായ ഒരു സന്ദേശമാണ് നൽകുന്നത്. ഒരു അവസരം നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഈ ആഴ്ച വരാനിരിക്കാം.
പക്ഷേ നിങ്ങൾ അതിനെ ആദ്യം തിരിച്ചറിയാതെ പോകാൻ സാധ്യതയുണ്ട്. നിങ്ങളിപ്പോൾ പഴയ നിരാശയിലോ നഷ്ടങ്ങളിലോ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ യൂണിവേഴ്സ് നൽകുന്ന പുതിയ വാതിലൊക്കെ കാണാതെ പോകും. ഒരു ഫോൺ കോൾ, സന്ദേശം, ഒരു പുതിയ പരിചയം, ജോലി ഓഫർ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ഒരു നിർദ്ദേശം നിങ്ങൾ ആദ്യം അത്ര പ്രാധാന്യമല്ലാത്തതായി കരുതാം. എന്നാൽ പിന്നീട് അത് വലിയ മാറ്റത്തിന് കാരണമാകും. ഈ കാർഡ് നിങ്ങളോട് പറയുന്നത് പഴയതിനെക്കുറിച്ച് ദുഃഖിച്ചിരിക്കരുത്, പുതിയ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട് എന്നാണ്. നമുക്ക് അടുത്ത മൂന്നാമത്തെ കാർഡ് നോക്കാം. എന്താണ് ഈ ആഴ്ച നിങ്ങൾ നേരിടുന്ന ചലഞ്ച്, വെല്ലുവിളി എന്താണെന്ന് ചോദിച്ചപ്പോൾ വന്നിരിക്കുന്നത് 3 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. വെല്ലുവിളി മറ്റുള്ളവരുമായി ബന്ധപ്പെട്ടതാണ് ഇത്. വെല്ലുവിളി എന്ന് പറയുന്നത് അത് ചില ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും പിന്തുണയും നൽകുമ്പോൾ മറ്റു ചിലർ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാനും ഊർജം കുറയ്ക്കാനും ഒക്കെ സാധ്യതയുണ്ട്. ഗോസിപ്പ്, മിസ്അണ്ടർസ്റ്റാൻഡിങ്, അൺനെസസറി സോഷ്യൽ ഡ്രാമ ഇതൊക്കെ, അതായത് മനസ്സിലായല്ലോ, അത് അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ ഇടയിലുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് പകരം നിങ്ങളുടെ സമാധാനം സംരക്ഷിക്കുക എന്നതിലായിരിക്കണം നിങ്ങൾ ശ്രദ്ധ കൊടുക്കേണ്ടത്. ചിലപ്പോൾ 3 ഓഫ് കപ്സ് അധികം ആഘോഷങ്ങളോ ശ്രദ്ധക്കുറവും ഒക്കെ സൂചിപ്പിക്കും. ഈ ഒരു കാർഡ് ലക്ഷ്യങ്ങളിൽ നിന്ന് തെറ്റാതെ ഇരിക്കണം. ഈ ആഴ്ച നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആരോട് നിങ്ങളുടെ സ്വപ്നങ്ങളും പദ്ധതികളും നിങ്ങൾ പങ്കിടുന്നു എന്ന കാര്യം ശ്രദ്ധിക്കുക. അതായത് പിന്നീടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ആരോടൊക്കെയാണ് നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ചും നിങ്ങളുടെ പദ്ധതികളെക്കുറിച്ചൊക്കെ പറയുന്നത്, സംസാരിക്കുന്നതെന്ന് വളരെ ശ്രദ്ധയോടുകൂടി നിരീക്ഷിക്കുക. അടുത്ത നമുക്ക് നാലാമത്തെ കാർഡ്, ലവ് ആൻഡ് റിലേഷൻഷിപ്പ് ഈ ആഴ്ച നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് നമ്മൾ ചോദിച്ചപ്പോൾ വന്നിരിക്കുന്ന കാർഡ് ദ ഫൂൾ എന്ന് പറഞ്ഞ ഒരു മേജർ അർക്കാന കാർഡാണ്. അതായത് പ്രണയ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കത്തിൻ്റെ ഊർജമാണ് കാണുന്നത്. സിംഗിൾ ആയിട്ടുള്ളവർക്ക് ഒരു പുതിയ പരിചയം, അപ്രതീക്ഷിതമായ ഒരു മെസ്സേജ് അല്ലെങ്കിൽ പുതിയൊരു റൊമാൻറ്റിക് കണക്ഷൻ ആരംഭിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ വ്യക്തി നിങ്ങളുടെ സാധാരണ ടൈപ്പല്ലായിരിക്കും, പക്ഷേ അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ അനുഭവങ്ങൾ കൊണ്ടുവരും. അത് മനസ്സിലാക്കണം. പിന്നെ റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നവർക്ക് പഴയ പ്രശ്നങ്ങൾ വിട്ട് പുതിയ രീതിയിൽ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അവസരമുണ്ട്. തുറന്ന മനസ്സോടെ സംസാരിക്കുക, പഴയ വേദനകൾ പിടിച്ചു നിൽക്കുന്നത് ഒഴിവാക്കുക. ഇത് ഫുൾ വിശ്വാസത്തെയും ധൈര്യത്തെയൊക്കെയാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. സ്നേഹത്തിൽ ഹൃദയം തുറക്കുക, എന്നാൽ കണ്ണടച്ച് വിശ്വസിക്കരുത്. ഓക്കെ, നമുക്ക് അടുത്ത അഞ്ചാമത്തെ കാർഡ് കരിയർ ആൻഡ് ഫിനാൻസ് ആണ് ചോദിച്ചപ്പോൾ വന്ന കാർഡ് 2 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. അതായത് കരിയർ മേഖലയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡാണിത്. ഒരു പുതിയ പാർട്ട്ണർഷിപ്പ്, കൊളാബറേഷൻ, ക്ലയൻറ്റ് ഡീല്, ബിസിനസ് എഗ്രിമെൻ്റ് അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് നല്ല സഹകരണം ലഭിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ജോലി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ പ്രൊഫഷണൽ കണക്ഷൻ ഗുണകരമാകാം. ടീം വർക്ക് മുഖേന വിജയിക്കാൻ കഴിയുന്ന ഒരാഴ്ചയും കൂടെയാണിത്. സാമ്പത്തികമായി വിശ്വസനീയമായ ഒരാളുടെ സഹായമോ ഉപദേശമോ നിങ്ങൾക്ക് നേട്ടമുണ്ടാക്കാം. പണം സംബന്ധിച്ച ഒരു ധാരണയിലോ കരാറിലോ എത്താനും സാധ്യതയുണ്ട്. ഇതിൻ്റെ മെയിൻ മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് പോകേണ്ടതില്ല എന്നാണ്. അതായത് ശരിയായ ആളുകളുമായി ചേർന്നാൽ വിജയം വേഗത്തിൽ എത്തും എന്നും കൂടെ നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അടുത്ത ആറാമത്തെ കാർഡ് എന്താണ് ഗൈഡൻസ്. ഈ ആഴ്ച യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് ചോദിച്ചപ്പോൾ കിങ് ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത്. യൂണിവേഴ്സ് നിങ്ങളെ ഒരു നേതാവായിട്ടാണ് കാണുന്നത്. ഈ ലോകത്തിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും നേതാവാണ്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളെ കാണുന്നത് ഒരു നേതാവായിട്ടാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കരുത് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് വ്യക്തമായ ഒരു വിഷനുണ്ട്, എന്നാൽ ചിലപ്പോൾ ആത്മവിശ്വാസക്കുറവ് കാരണം പുറകോട്ട് പോകും. കിങ് ഓഫ് വൺസ് പറയുന്നത് വലുതായി ചിന്തിക്കൂ, ധൈര്യമായി പ്രവർത്തിക്കുക, നിങ്ങളുടെ കഴിവുകളെ വിശ്വസിക്കുക, തീരുമാനങ്ങൾ വൈകിക്കരുത്. ഈ ആഴ്ച നിങ്ങൾ മുന്നോട്ട് വന്ന് നേതൃത്വം ഏറ്റെടുക്കുമ്പോൾ കാര്യങ്ങൾ അനുകൂലമായിട്ട് മാറും. ഓക്കെ, അടുത്ത നമുക്ക് എന്താണ് ഔട്ട്കം, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഈ ആഴ്ചത്തെ ഒരു ഔട്ട്കം എന്താണ്, അതായത് ഈ അവസാന ഫലം എങ്ങനെയാണെന്ന് ചോദിച്ചപ്പം ലവേഴ്സ് കാർഡാണ് വന്നിരിക്കുന്നത്. ഈ റീഡിങ്ങിൻ്റെ അവസാനം ശരിക്കൊരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ളൊരു കാർഡാണ് വന്നിരിക്കുന്നത്. ലവേഴ്സ് എന്ന് പറഞ്ഞ ഒരു പ്രധാന തിരഞ്ഞെടുപ്പിനെ ഒരു ആത്മാർത്ഥ ബന്ധത്തെ സൂചിപ്പിക്കുന്നു എന്നാണ്. അതായത് ഒരു മെയിൻ ആയിട്ടുള്ളൊരു കാര്യം. ഈ ആഴ്ചയുടെ അവസാനം നിങ്ങൾക്കൊരു നിർണായക തീരുമാനം എടുക്കേണ്ടി വരാം. അത് ചിലപ്പോൾ പ്രണയമോ ജോലി, ബന്ധം അല്ലെങ്കിൽ വ്യക്തിപരമായ ജീവിതം എന്നിവയിൽ ഏതെങ്കിലും മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കാം. ഈ കാർഡ് പറയുന്നത് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ സത്യത്തെ തിരഞ്ഞെടുക്കുക. ചിലർക്ക് ഒരു ബന്ധം കൂടുതൽ ശക്തമാകാം, അത് നല്ല റിയൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാകാം
എന്നാണ്. പുതിയ സ്നേഹബന്ധം ചിലർക്ക് ആരംഭിക്കാം, അല്ലെങ്കിൽ ചിലരെ ഒരു പ്രധാന കരാർ അല്ലെങ്കിൽ പങ്കാളിത്തം ഉറപ്പാക്കാം. ജീവിത ദിശ മാറ്റുന്ന ഒരു തീരുമാനം എടുക്കാനും സാധ്യതയുണ്ട്. ഓവറോൾ എനർജി എന്ന് പറയുമ്പം ഈ ആഴ്ച നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രധാന അനുഗ്രഹം എന്ന് പറഞ്ഞാൽ സ്വന്തം ശക്തി തിരിച്ചറിയുക എന്നതാണ്. ഈ മജീഷ്യൻ മുതൽ നമ്മുടെ കാർഡ് കാണാമല്ലോ, മജീഷ്യൻ മുതൽ ലവേഴ്സ് വരെയുള്ള ഒരു യാത്ര കാണിക്കുന്നത്. ആദ്യം നിങ്ങളുടെ ശക്തി തിരിച്ചറിയണം, ശേഷം ഒരവസരം ലഭിക്കുന്നു, ചില സാമൂഹിക വെല്ലുവിളികളെ നേരിടുന്നു, പുതിയ ബന്ധങ്ങളും സഹകരണങ്ങളും രൂപപ്പെടുന്നു, അവസാനം നിങ്ങളുടെ ഹൃദയത്തോട് ചേർന്ന് ഒരു തീരുമാനമെടുക്കുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങൾ തയ്യാറാണ്, ഭയം വിട്ടുകളയണം. നിങ്ങളുടെ ജീവിതത്തിലെ അടുത്ത മനോഹരമായ ഒരു അധ്യായം ഈ ആഴ്ച ആരംഭിക്കുകയാണ്. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു റീഡിങ്, ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. റെസനേറ്റ് ചെയ്തിരിക്കുന്ന കാർഡ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾ താങ്ക് യു യൂണിവേഴ്സ് എന്ന് കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് യൂണിവേഴ്സിനോട് അറിയിക്കുക. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ് ആവശ്യമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി താങ്ക് യു ഓൾ ആൻഡ് താങ്ക് യു യൂണിവേഴ്സ്.